കട്ടിപ്പാറ പൂവൻമലയിൽ അനധികൃത മണ്ണിടിക്കലിനെതിരെ പ്രതിഷേധം. ഉരുൾപൊട്ടലിൽ കരിഞ്ചോലമലയുടെ സമീപത്താണ് ആശങ്ക ഉയർത്തുന്ന തരത്തിൽ മണ്ണെടുക്കുന്നത്. കുന്നിന്റെ അടിവാരത്ത് 300ഓളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. പ്രകൃതി ദുരന്ത ഭീതി നിലനിൽക്കുന്നതിനാൽ മഴക്കാലത്ത് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന മേഖല കൂടിയാണ് ഇത്. അഞ്ഞൂറടിയിലേറെ ഉയരമുള്ള പൂവൻമല പാരിസ്ഥിതിക ദുർബല മേഖലയാണ്. മലമുകളിൽ 40 അടിയോളം താഴ്ചയിലാണ് മണ്ണെടുത്തത്. ഭീതിയിലായ ജനം കടുത്ത പ്രതിഷേധത്തിലാണ്. 2018 ഉരുൾപൊട്ടലിൽ 14 പേർ മരിച്ച കരിഞ്ചോലമല കേവലം 400 മീറ്റർ മാത്രം അകലെ. 14 ആളുകളെ ജീവൻ ഇതിനെ വാരിയെടുത്ത് പോയ ആൾക്കാരാണല്ലോ. അപ്പം വെള്ളം വന്നാൽ ഇതിനെ തടുക്കാൻ ഈ സാധിക്കില്ല. മരങ്ങളൊക്കെ മുറിച്ച് മാറ്റിയിട്ട് മണ്ണിങ്ങനെ മാറ്റുമ്പോൾ മലയ്ക്ക് മുകളിൽ മഴവെള്ള സംഭരണി നിർമ്മിക്കുമെന്നതാണ് ഇവരെ ഭയപ്പെടുത്തുന്നത്. കരിഞ്ചോലമലയിലെ ജലസംഭരണി ദുരന്തത്തിന് വഴിവെച്ചതാണ് ആശങ്കപ്പെടുത്തുന്നത്. ഉടമ തന്നെ പറയുന്നത് ഞങ്ങൾ ഏതാണ്ട് 50,000 ലിറ്റർ വെള്ളം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടാങ്ക് നിർമ്മിക്കുന്നുണ്ട്. ഞങ്ങൾ ആശങ്ക എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത കരിഞ്ചോലമലയിൽ 40,000 ലിറ്റർ സ്റ്റോർ ചെയ്യുന്ന ടാങ്ക് നിർമ്മിച്ചതാണ് ആ ദുരന്തത്തിനൊക്കെ മുഖ്യ കാരണം. 45 മുതൽ 60 ഡിഗ്രി വരെ ചരിവുണ്ട് ഈ മലയ്ക്ക്. ചെറിയ മണ്ണിടിച്ചിൽ പോലും വലിയ ദുരന്തമുണ്ടാക്കുമെന്നർത്ഥം. മലയുടെ താഴ്വാരത്ത് 300ലധികം കുടുംബങ്ങൾ താമസിക്കുന്നു. ഒപ്പം അങ്കലവാടിയും ആരാധനാലയങ്ങളും. ദുരന്തഭീതി നിലനിൽക്കുന്ന ഇവിടെ മഴ പെയ്യുന്നതോടെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതും പതിവ്. 2 മണിക്ക് 3 മണിക്ക് പോയിട്ട് വിളിച്ചുണർത്തിയിട്ട് ഇവിടെയുള്ള വണ്ടികൾ എടുത്തിട്ട് മറ്റ് ഉരുൾപൊട്ടൽ ഭീഷണി ഇല്ലാത്ത സ്ഥലത്തേക്ക് നഴ്സറി സ്കൂളുള്ള സ്ഥലത്തേക്ക് കൊണ്ടുചാക്കുക. ആശങ്ക ഉയർന്നതോടെ സ്ത്രീകളടക്കം പ്രതിഷേധത്തിൽ പങ്കുചേരുന്നുണ്ട്. ഇപ്പോൾ 4-5 കൊല്ലമായി മഴ വീഴുമ്പോൾ പാതിക്ക് മക്കളെ എടുത്തു പോവുക. ചെറിയൊരു മഴ വന്നപ്പം തന്നെ നല്ലോണം വെള്ളം കുത്തിയൊലിച്ച് ഉരുൾപൊട്ടി വരുമ്പോലാണ് വന്നത്. അന്ന് തന്നെ എല്ലാവരും പേടിച്ചും കാഞ്ഞ് മാറിയതാ. ഫാം ടൂറിസത്തിന്റെ ഭാഗമായാണ് JCB ഉപയോഗിച്ച് മണ്ണ് നീക്കിയതെന്ന് ഉടമ ഓമശ്ശേരി സ്വദേശി അഷ്റഫ് പറഞ്ഞു. കൃഷിക്ക് വെള്ളവും ആവശ്യമാണ്. നമ്മുടെ നാട്ടിൽ ഒതുങ്ങുന്ന ഒരു സ്ഥലം ആയതുകൊണ്ടാണ് നമ്മൾ ആ സ്ഥലം തിരഞ്ഞെടുത്തത്. അതിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ട്, ജലലഭ്യതയും കാര്യങ്ങളൊക്കെ. അവിടെ വെള്ളം ഇല്ലാത്തൊരു സ്ഥലമാണ്. അവിടെ നിങ്ങൾക്ക് 3 മാസം വെള്ളം, ട്രിപ്പ് ഇറിഗേഷനൊക്കെ വെള്ളം വേണം. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് നേരത്തെ മണ്ണിടിക്കൽ നിർത്തിവെപ്പിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം പല തവണകളിലായി മണ്ണ് നീക്കി. മലമുകളിലായതിനാൽ തന്നെ ദിവസങ്ങൾ കഴിഞ്ഞാണ് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടാറ്. കാർഷിക പദ്ധതികൾക്കായാണ് ഭൂമി തട്ടിനിരത്തുന്നതെന്നാണ് ഉടമകൾ പറയുന്നത്. പക്ഷേ കരിഞ്ചോലമലയിലുണ്ടായിരുന്ന ദുരന്തം, അതിൻ്റെ ദുഃഖസ്മരണയിലാണ് ഇപ്പോഴും ഇവരുള്ളത്. അതുകൊണ്ട് തന്നെ കാർഷിക വിഭവങ്ങൾ ഉണ്ടാക്കാനാണെങ്കിൽ പോലും ഇവിടെ ആശങ്ക കൂടി പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് KV മഹേഷ് കുമാറിനും അഭിജിത്തിനുമൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.